Good morning. Today we can discuss management of companies. So far we have learned company means it is an artificial person created by law. അതായത് it is created by a process of incorporation. മനസ്സിലായല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് കമ്പനി എന്നുള്ളത്. അപ്പോൾ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷനിലൂടെയാണ് ഒരു കമ്പനിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ എ കമ്പനി ഇൻ ഇന്ത്യ ഇസ് രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അതേപോലെ ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ഓൾദോ എ കമ്പനി ക്യാൻ പെർഫോം സം ഓഫ് ദി ആക്ട്സ് ഓഫ് നാച്ചുറൽ പേഴ്സൺ, അതായത് സാധാ മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് കനോട്ട് ഡു ഓൾ ദി ആക്ട്സ്. ഓക്കെ, സോ ദ ഷെയർ ഹോൾഡേഴ്സ്, അതായത് നമുക്കറിയാം കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, oversee the management and organization performance to ensure that organization is working in the best interest of the public and more especially the stakeholders who served by the organization mission. അപ്പോൾ ഇങ്ങനെ ശരിക്കും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കമ്പനി എന്ത് ചെയ്യണം, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അപ്പം ആസ് സച്ച്, അതായത് ഈ ഒരു കാരണത്താൽ എന്താക്കുന്നു, കമ്പനിയുടെ മാനേജ്മെൻറ്റ് എല്ലാം നടത്തുന്നത് ആരിൽ കൂടിയാണെന്നാണ് പറയുന്നത്, ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ദ പേഴ്സൺ ത്രൂ ഹൂം ഇറ്റ് ആക്ട്സ് ആൻഡ് ബൈ ഹൂം ദ ബിസിനസ് ഓഫ് ദി കമ്പനി ഇസ് കണ്ടക്റ്റഡ് ആർ നോൺ ആസ് ഡയറക്ടേഴ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ദ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കമ്പനീൻ്റെ മാനേജ് ചെയ്യുന്നത് ഒരു കൂട്ടരായിരിക്കും, പക്ഷേ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. നമ്മുടെ സോൾ ട്രേഡറുടെ കേസിലൊക്കെ ആണെങ്കിൽ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണെങ്കിൽ ആരാണോ ഓണർ അയാൾ തന്നെയാണ് അത് മാനേജ് ചെയ്യുക. പക്ഷേ കമ്പനീൻ്റെ കേസിൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഷെയർ ഹോൾഡേഴ്സാണ്. പക്ഷെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ദേ എൻട്രസ്റ്റ് ദ ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദിയർ കമ്പനി ടു ദിയർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഈ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഷെയർ ഹോൾഡേഴ്സ് ഹൂ ഇൻവെസ്റ്റ് മണി ഇൻ എ കമ്പനി ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ബട്ട് ഓൾ ഓഫ് ദം കനോട്ട് മാനേജ് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സ് മേ ബി സ്കാറ്റേർഡ് ഓവർ എ വൈഡ് ഏരിയ. അതായത് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവിടെയും ഇവിടെയായിട്ട് മുക്കിലും മൂലയിലുമായിട്ടാണ് കിടക്കുന്നത് ലോകത്തിൻ്റെ. സോ ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അതേപോലെ ഇറ്റ് മേ ബി വെരി ലാർജ്. എല്ലാവരും കൂടി അങ്ങോട്ടിരുന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല. അതേപോലെ ഓൾ ദ മെമ്പേഴ്സ് മെ നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല കമ്പനി മാനേജ് ചെയ്യാനുള്ള. അതേപോലെ ദേ മേ ബി എൻഗേജ്ഡ് അതർവൈസ്, അവർ വേറെ ഇതുള്ളവരായിരിക്കുമല്ലോ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാരണത്താലൊക്കെ കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ദേ എൻട്രസ്റ്റ് ദിസ് ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ടു ദിയർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ദിയർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ നോൺ ആസ് എന്താണ്, ഡയറക്ടേഴ്സ്, ആൻഡ് കലക്റ്റീവ്ലി ദേ ആർ നോൺ ആസ് എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മനസ്സിലായല്ലോ. അപ്പം ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുക ചെയ്യുക, കലക്റ്റീവ്ലി ദേ ഫോം ബോർഡ് വിച്ച് ഇസ് നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മനസ്സിലായോ എന്താണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്? അപ്പോൾ അത് വേറൊരു പ്രത്യേകത, ഓൾ ദ ഡയറക്ടേഴ്സ് കനോട്ട് ബി എന്താ പറയുക, ഇൻ ചാർജ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് കനോട്ട് അറ്റൻഡ് ദ ഡേ ടു ഡേ വർക്ക്. സോ ദെയർഫോർ ഫ്രം എമംഗ് ദംസെൽസ്, അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ദേ എലക്ട് വൺ ആസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓർ മാനേജിംഗ് ഡയറക്ടർ. ചില കമ്പനീസിലാണെങ്കിൽ എ മാനേജർ ഇസ് അപ്പോയിൻറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് എ മാനേജിംഗ് ഡയറക്ടർ. Sometimes there may be a whole-time director. Thus, a company's managerial position consists of ആരൊക്കെയാണ്, ഡയറക്ടേഴ്സ്, ഹോൾ-ടൈം ഡയറക്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഈ മാനേജിംഗ് ഡയറക്ടർ തന്നെ ചിലപ്പോൾ മാനേജർ ആവാം, ചീഫ് എക്സിക്യൂട്ടീവ് ആവാം, ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, മനസ്സിലായോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത്?
ഓക്കെ, ഇനി നമ്മൾ നോക്കാം. അപ്പോൾ ഈ കമ്പനി, അതായത് ഡയറക്ടേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദ ബോർഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കമ്പനീസ് ഓവറോൾ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടു എനേബിൾ എ കമ്പനി ടു live and to achieve its objects mentioned in the object clause of art memorandum, it has to depend upon an agency. They are known as board of directors. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are a core team selected according to the procedure prescribed in the articles of association. ഇനി ഈ ഓരോ കമ്പനിയിലും എത്ര ഡയറക്ടേഴ്സ്, നമ്മൾ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ഡിഫറൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര ഡയറക്ടേഴ്സാണ് വേണ്ടത്? 3 ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ്. ആൻഡ് 1 പേഴ്സൺ കമ്പനി, ആസ് യു ഓൾ നോ, 1 പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയേ ഉണ്ടാവുള്ളൂ. ഇനി മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 15. ബട്ട് വിച്ച് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് കമ്പനി ലോയിൽ ഇതിൻ്റെ എന്താ പറയുക, ഡയറക്ടറിനൊരു ഡെഫിനേഷനൊന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്താക്കാമെന്നാണ് പറയുന്നത്, കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചിട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. മനസ്സിലായല്ലോ? ഡിക്ഷണറി മീനിങ് അനുസരിച്ചിട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. അല്ലാണ്ട് ദർ ഇസ് നോ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഫോർ ഡയറക്ടർ. നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ എന്നുള്ളതാണ്. എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്? അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് ലേ ഡൗൺ എനി പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഫോർ എ ഡയറക്ടർ, നോട്ട് ഈവൻ ക്വാളിഫിക്കേഷൻ ഷെയർസ്. അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ എന്താ വെച്ചാൽ the articles of association of a company generally may provide that a certain number of shares will have to held by each director. അങ്ങനെയുള്ള ഷെയർസിനെയാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ദ നോമിനൽ വാല്യൂ ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഓഫ് എ ഡയറക്ടർ ഇസ് ഫിക്സ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചിട്ട് ദ നോമിനൽ വാല്യൂ ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർസ് ആസ് ഫിക്സ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഇറ്റ് മസ്റ്റ് നോട്ട് എക്സീഡ് ₹5,000 എന്നാണ്. അതായത് when the nominal value of each shares exceed ₹5,000, then the number of qualification shares must not exceed 1. അപ്പോൾ ഇവിടെ അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഡയറക്ടർ മസ്റ്റ് ഒബ്റ്റെയിൻ ഹിസ് ക്വാളിഫിക്കേഷൻ ഷെയർസ് വിത്തിൻ 2 months ആഫ്റ്റർ ഹിസ് അപ്പോയിൻമെൻറ്റ് ആസ് ഡയറക്ടർ. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് എനി പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഷാൽ ബി എന്താ പറയുക, ഇറ്റ് ഷാൽ ബി വോയിഡ് insofar as it requires a person to hold the qualification shares before his appointment as a director and to obtain them within a shorter time than 2 months after his appointment as such. അതായത് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഹെൽഡ് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇഫ് ദ ഡയറക്ടേഴ്സ് ഡു നോട്ട് അക്വയർ ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഷെയർസ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം, ദർ സീസ് ടു ബി ദ ഡയറക്ടേഴ്സ്. മനസ്സിലായല്ലോ? അങ്ങനെ ആ ക്വാളിഫിക്കേഷൻ ഷെയർസ് എക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ ഡയറക്ടർഷിപ്പ് ഒന്ന് മാറ്റി. അതേപോലെ ഇൻ ദിസ് കേസ് ദേ വിൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ₹500 ഫോർ എവറി ഡേ ബിറ്റ്വീൻ സച്ച് എക്സ്പയറി ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓൺ വിച്ച് ഹി ആക്റ്റഡ് ആസ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് പണിഷ്മെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്വാളിഫിക്കേഷൻ കാര്യമായിട്ടൊന്നുമില്ല. അതായത് പേഴ്സൺ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 18 ആൻഡ് അബവ് എന്ന് പറയുന്നുണ്ട്. നാഷണാലിറ്റി ക്യാൻ ബി ദാറ്റ് ഓഫ് ഇന്ത്യൻ ഓർ അതർവൈസ്. അതായത് ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ ഇന്ത്യൻ ആവുക. മരി പേഴ്സൺ ഷുഡ് ഹാവ് ഹിസ് ഓൺ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ത്രൂ വിച്ച് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഷാൽ ബി ഒബ്റ്റെയിൻഡ്. Then the person has to furnish a written declaration expressing his consent to act in the position of director, and he is not a person who falls under the category of disqualified members. Disqualification of directors പറയുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്വാളിഫൈഡ് ലിസ്റ്റിലുള്ള ആളുകളാവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ദീസ് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഡയറക്ടർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. അതായത് സെക്ഷൻ 164 പറയുന്നുണ്ട് ആരൊക്കെയാണ് ഡയറക്ടേഴ്സ് ആവാൻ പാടില്ല, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എ പേഴ്സൺ ഷാൽ നോട്ട് ബി കേപ്പബിൾ ഓഫ് ബീങ് അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഇഫ് ഫസ്റ്റ് പോയിൻറ്റ് ഹി ഹാസ് ഫൗണ്ട് ടു ബി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ എ കോർട്ട് ഓഫ് competent jurisdiction and the findings is in force.
അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അൺസൗണ്ട് മൈൻഡുള്ള ഒരാൾക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു ഡയറക്ടറായിട്ട് തുടരാൻ പറ്റില്ല. സെക്കൻഡ്, ഇഫ് ഈസ് എൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻ്റ് ആണെങ്കിൽ, അതേമാതിരി ഇഫ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് എൻ ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് ആപ്ലിക്കേഷൻ ഇസ് പെൻഡിങ്, അതായത് അഡ്ജുഡിക്കേറ്റഡ് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആ ഒരു പെൻഡിങ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും പറ്റില്ല. അതേപോലെ വേറൊരു പോയിന്റ് പറയുന്നത് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് എനി ഒഫൻസ് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ഇൻ റെസ്പെക്ട് ദെയർ ഓഫ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 6 months and a period of 5 years has been elapsed from the date of expiry of the sentence. അതായത് എന്തെങ്കിലും കുറ്റവാളികളായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും എന്താ പറയുക, ഒരു 6 മാസത്തെ കാലയളവിൽ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷത്തേക്ക് അവരെയും ഡയറക്ടർഷിപ്പിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. Then an order disqualifying him for appointment as director has been passed by court or tribunal and the order is in force. അതായത് കോടതി ചിലപ്പം ഓർഡർ ഇറക്കിയിട്ടുണ്ടാവും ഇന്ന ആളുകളെയൊന്നും പിന്നെ ഡയറക്ടേഴ്സ് ആക്കാൻ പാടില്ല എന്നുള്ള. ആ ഓർഡർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും ഡയറക്ടർ ആവാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ഹി ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി ഹെൽഡ് ബൈ ഹിം, അതായത് വെദർ എലോൺ ഓർ ജോയിൻ്റ്ലി വിത്ത് അതേഴ്സ് ആൻഡ് 6 months ഹാവ് എലാപ്സ്ഡ് ഫ്രം ദ ലാസ്റ്റ് ഡേ ഫിക്സ്ഡ് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദി കോൾ. അതായത് കോൾ മണി കമ്പനീൻ്റെ ഷെയർസ് ഈ ഡയറക്ടർ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് അതിലുള്ള കോൾ മണീസ് ഒന്നും അയാൾ കൃത്യമായിട്ട് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കോൾ വിളിച്ച് കഴിഞ്ഞിട്ടും 6 മാസമായിട്ടും എന്താക്കുന്നില്ല, കോൾ മണി ഒന്നും ഇതുവരെ അതിൽ ഡീഫോൾട്ട് വരുത്തി കിടക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഡയറക്ടർഷിപ്പ്. വേറൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഹാസ് നോട്ട് ഗോട്ട് ദ ഡിൻ, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ 2-3 കാര്യങ്ങൾ ഒരു എക്സ്ട്രാ പറയുന്നത്, ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ ദി ഒഫൻസ് ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അണ്ടർ സെക്ഷൻ 188 അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലാസ്റ്റ് പ്രീസീഡിങ് 5 years. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിൽ എന്തെങ്കിലും വിധി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് പറ്റില്ല. ഹി ഹാസ് നോട്ട് അലോട്ടഡ്, ഓൾറെഡി ഐ ഹാവ് മെൻഷൻ, ഹി ഹാസ് നോട്ട് അലോട്ടഡ് ദ DIN, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അതേപോലെ പ്രൈവറ്റ് കമ്പനി മേ ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ഫോർ എനി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഡയറക്ടർ ഇൻ അഡീഷൻ ടു ദോസ് സ്പെസിഫൈഡ്. ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ പ്രൈവറ്റ് കമ്പനിക്ക് പ്രത്യേകമായിട്ട് ഒരു ഇത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഫോർ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കൺവിക്ഷൻ ഓർ ഓർഡർ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ. അതായത് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ റെഫർ ടു, ഇവിടെ പറഞ്ഞില്ലേ, ഇറ്റ് ഷാൽ നോട്ട് ടേക്ക് എഫക്റ്റ് ഫോർ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കൺവിക്ഷൻ ഓർ ഓർഡർ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ. അതേപോലെ വേറെ an appeal or petition is preferred within 30 days as aforesaid against the conviction resulting in sentence or order until expiry of 7 days from the date on which such appeal or petition is disposed of. Where any further appeal or petition is preferred against order or sentence within 7 days until such further appeal or petition is ഡിസ്പോസ്ഡ് ഓഫ്. അതായത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ഉണ്ടെങ്കിൽ അത് കഴിയുന്നത് വരെ എന്തായാലും എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഡയറക്ടർഷിപ്പ്, അതായത് ഡയറക്ടേഴ്സായിട്ട് തുടരാൻ അവരൊക്കെ ദേ ആർ ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഡയറക്ടർഷിപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ്, അതായത് റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. അതായത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല എന്തൊക്കെയാണ് അവരുടെ പൊസിഷൻ എന്നുള്ളത്, എന്നാലും വി ക്യാൻ മേക്ക് എ ട്രൈ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്സ്, ദെൻ ഡയറക്ടേഴ്സ് ആസ് trustees, then directors as managing partners and directors as employees. ഇങ്ങനെയൊക്കെയാണ് ലീഗൽ പൊസിഷനിൽ പറയുന്നത് ഡയറക്ടറെ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്സ്.
മനസ്സിലായല്ലോ. അപ്പോൾ ഏജൻറ്റ് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത് അല്ലേ. ആ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ദ പേഴ്സൺ ഹൂ എന്താ പറയുക ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ, അയാളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി നമുക്കറിയാം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനി കനോട്ട് ഡു ഇറ്റ്സ് വർക്ക്സ് ഇറ്റ് സെൽഫ്. സോ ദ ഡയറക്ടേഴ്സ് വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഏജൻറ്റായിട്ടാണ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അതായത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അതായത് കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഡൺ ബൈ ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഇൻ ദ സെയിം മാനർ ആസ് പ്രിൻസിപ്പൽ ഇസ് ഹെൽഡ് ലയബിൾ ബൈ ദി ആക്ട്സ് ഡൺ ബൈ ദി ഏജൻറ്റ്സ്. നമ്മൾ ഏജൻസി പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഏജൻറ്റ് ചെയ്യുന്നോ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആരാണ് ഉത്തരവാദി? പ്രിൻസിപ്പൾ ആയിരിക്കും. അതേപോലെ ഈ ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നോ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഇസ് ഹെൽഡ് ലയബിൾ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ഏജൻറ്റ്സ് ഓഫ് ദി കമ്പനി. But as agents, they must conduct business with reasonable care and diligence and abide by memorandum and articles, and they act within the scope of their authority. അതായത് അവർക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. മനസ്സിലായല്ലോ. They enter into contracts and put their signature on behalf of the company like an agent. But if they exceed the powers given to them by the memorandum and articles, they are liable to third parties for breach of warranty of authority. മനസ്സിലായല്ലോ. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ്സ് ആണ്. പക്ഷെ അവർക്ക് എന്ത് പവറാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് ഡയറക്ടർ ആസ് ട്രസ്റ്റീസ് ആണ്. ഡയറക്ടർ ആർ ട്രസ്റ്റീസ് ഓഫ് ദി കമ്പനീസ് മണി ആൻഡ് പ്രോപ്പർട്ടി. ട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് അവിടെ കുറച്ച് ബെനിഫിഷ്യറീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരാണെല്ലാം ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓൾദോ ഡയറക്ടേഴ്സ് ആർ നോട്ട് പ്രോപ്പർലി സ്പീക്കിംഗ് ട്രസ്റ്റീസ്, യെറ്റ് ദേ ഹാവ് ഓൾവേസ് ബീൻ കൺസിഡേർഡ് ആൻഡ് ട്രീറ്റഡ് ആസ് the trustees of money which comes to their hands and which is actually under their control. And even since joints of companies were invented, directors have been held liable to make good money which they have misapplied upon the same footing as if they were trustees. അതായത് the directors of a company are trustees of the company and with the reference to their power of applying funds of the company and of misuse of the power, they could be rendered liable as trustees. And on their death, the course of action survives against their legal representatives. അപ്പോൾ ട്രസ്റ്റീസ് ആയിട്ട് കമ്പനീൻ്റെ എല്ലാ മണി മാനേജ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സാണ്. അതായത് ഡയറക്ടേഴ്സ് സേഫ് ഗാർഡ് ദം ആൻഡ് യൂസ് ദം ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി. അപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് ട്രസ്റ്റ്, എ ട്രസ്റ്റി ഹോൾഡ് ലീഗൽ ഓണർഷിപ്പ് ഓവർ ദ ട്രസ്റ്റ് പ്രോപ്പർട്ടി of which equitable ownership lies with the beneficiary. Okay, so from this viewpoint, directors are not full-fledged trustees. അതായത് കമ്പനീൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടി ഡയറക്ടേഴ്സിന് ഫുൾ ലയബിലിറ്റി വരുന്നില്ല. അതായത് ട്രസ്റ്റി ക്യാൻ മേക്ക് കോൺട്രാക്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ ട്രസ്റ്റ് പ്രോപ്പർട്ടി ഇൻ ഹിസ് ഓൺ നെയിം, ബട്ട് ദ ഡയറക്ടേഴ്സ് കനോട്ട് ഡു. മനസ്സിലായല്ലോ. അതാണ് ട്രസ്റ്റും ഈ കമ്പനിയിലെ ട്രസ്റ്റിയും കമ്പനിയിലെ ഡയറക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ട്രസ്റ്റിക്ക് ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്, അതായത് ഈ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് ട്രസ്റ്റിക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ മേക്ക് കോൺട്രാക്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ ട്രസ്റ്റ് പ്രോപ്പർട്ടി. പക്ഷേ ഡയറക്ടേഴ്സിന് കമ്പനീൻ്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ല. ദേ ക്യാൻ മേക്ക് സച്ച് കോൺട്രാക്ട് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദി കമ്പനി ഈസ് ദ ലീഗൽ ഓണർ. മനസ്സിലായല്ലോ. അല്ലാണ്ട് ട്രസ്റ്റീനെ പോലെ എന്താ പറയുക ഓണറായിട്ട് ലീഗൽ ഓണറായിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. ലീഗൽ ഓണർ എപ്പോഴും കമ്പനി തന്നെയായിരിക്കും. മനസ്സിലായോ? ദെൻ തേർഡ് പോയിൻറ്റ് ഇസ് ഡയറക്ടേഴ്സ് ആസ് മാനേജിങ് പാർട്ട്നേഴ്സ്. അതായത് ഡയറക്ടേഴ്സിന് ദേ ആർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദെയർഫോർ ദേ ആർ ഇൻ എ പൊസിഷൻ ആസ് മാനേജിങ് director. അതായത് the directors are also sometimes described as managing partner because
അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എങ്ങനെയാണോ ഒരു പാർട്ട്ണർ ഉണ്ടാവുക അതേപോലെ ദേ മാനേജ് ദി അഫെയർസ് ഓഫ് ദി കമ്പനി ആൻഡ് ദേ ആർ ഓൾസോ യൂഷ്വലി ഇമ്പോർട്ടൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക, പാർട്ട്ണർഷിപ്പിലുള്ള പാർട്ട്ണറും കമ്പനിയിലെ ഡയറക്ടർ, അതായത് മാനേജിങ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം അവിടെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, നമുക്ക് പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാം പാർട്ട്നേഴ്സിന് ദേ ക്യാൻ ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആസ് പെർ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊവിഷൻസ് ഉണ്ട് പാർട്ട്ണർഷിപ്പ് ഇതിൽ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇവിടെ എന്താക്കാം എന്നാണ് പറയുന്നത്, ഷെയറിങ് മാനേജിങ് പാർട്ട്നേഴ്സായിട്ട് എന്താക്കാം, ദേ ആർ ഇൻ എ പൊസിഷൻ ആസ് മാനേജിങ് പാർട്ട്നേഴ്സ്. ദേ ദംസെൽസ് ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി and this makes them partners with other shareholders. Okay, but they are not the managing partners of the company in full sense because they are the managing partners. Why are they not authorized to bind other directors and shareholders by their acts, and why do they compulsorily retire? Then last one is directors as employees. അതായത് ഓൾദോ ഡയറക്ടേഴ്സ് ആർ ഏജൻറ്റ് ഓഫ് ദി കമ്പനി, ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓർ സെർവൻസ് ഓഫ് ദി കമ്പനി. ഹെൻസ് ദേ കനോട്ട് ക്ലെയിം റെമ്യൂണറേഷൻ ആസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഇൻ ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. എംപ്ലോയി ആയിട്ട് പറയാൻ പറ്റില്ല, ഏജൻ്റൊക്കെയാണ് കാര്യം ശരി തന്നെ. ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓർ സെർവൻസ് ഓഫ് ദി കമ്പനി. ബട്ട് വെൻ എനി ഡയറക്ടർ besides being a director is also in the service of the company, such as secretary, manager or otherwise, he will be treated as an employee.